ശ്രീ വിജി തമ്പി, ചരിത്രപ്രസിദ്ധമായ പൂരം നടത്തിപ്പ്, അതിൽ അവലോകന യോഗങ്ങൾ ചേർന്നു. സെക്യൂരിറ്റി വിശദീകരണമടക്കം പോലീസിന്റെ വിന്യാസമടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിമാർ വിശദീകരിക്കുകയുണ്ടായി. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള ഒരു തിട്ടൂരം വരുന്നത്. രാഷ്ട്രീയ കൊടികളും പാടില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്. അതിനൊരു മറ പറ്റിക്കൊണ്ടാണോ ഇത്തരത്തിൽ മതചിഹ്നങ്ങളും പാടില്ല എന്ന് പറയുന്നത്? പൂരം വിശ്വാസികൾ അതിൻ്റെ ആചാരപ്പെരുമയോടുകൂടി തന്നെ നടത്തും. അതിൽ CPM-ന് എന്ത് കാര്യമാണ്? നമസ്കാരം, സ്വാമി ശരണം. ഇത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു ആഘോഷമല്ല, അത് ഉത്സവമാണ്. സാക്ഷാൽ വടക്കുന്നാഥൻ്റെ ഉത്സവമാണ്. ആ വടക്കുന്നാഥനെ കാണാൻ വേണ്ടി പാറമേക്കാവിൽ നിന്നും തിരുവമ്പാടിയിൽ നിന്നും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ദേവിമാർ അങ്ങോട്ടേക്ക് എഴുന്നള്ളി വരുന്നു. അതാണ് പൂരം. പൂരം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഹൈന്ദവ ആരാധനയുടെ ഭാഗമാണ്, ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പൂരത്ത് ഹൈന്ദവ ചിഹ്നങ്ങളല്ലാതെ പിന്നെ എന്താ കാണിക്കേണ്ടത്? ഇവിടെ തൃശ്ശൂർ പൂരമാണ്, പാർട്ടിയുടെ പ്ലീനമല്ല അവിടെ നടക്കുന്നത്. ആ പൂരത്തിൽ തീർച്ചയായിട്ടും ഹൈന്ദവ ചിഹ്നങ്ങൾ ഉണ്ടാകണം. ഉണ്ടാകാതിരുന്നാൽ അത് പൂരമാകുന്നില്ല. നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ, അതുപോലെയുള്ള തോരണങ്ങൾ, അതുപോലെ കുടമാറ്റം, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഹൈന്ദവപരമായ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്, ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. അത് വേണ്ടെന്ന് പറയാൻ ഇയാൾ ആരാ? അല്ലെങ്കിൽ തന്നെ ദേവസ്വം മന്ത്രി പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈശ്വര വിശ്വാസമില്ലാത്ത ഒരാൾ. ശബരിമലയിൽ ഈ മഹത്തായ ആ മകരവിളക്ക് സമയത്ത് അവിടെ കൈയും കെട്ടി ഫുട്ബോൾ കളിയാൻ നിന്ന ആളാണ് ഈ വാസവൻ. അത് പറയാൻ എന്ത് അധികാരമുണ്ട്? ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ MP ആയ സുരേഷ് ഗോപി വേദി വിട്ട് പോയതിനു ശേഷമാണ് ഈ അഭിപ്രായങ്ങൾ വന്നത്. അവിടെ അദ്ദേഹം ഉള്ള സമയത്താണെങ്കിൽ ഞാൻ കൃത്യമായ മറുപടി അവിടെ നിന്ന് കിട്ടിയേനെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതുപോലുള്ള ആൾക്കാരെ ചുമക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്കുണ്ടായിരിക്കുന്നത്. ഇനിയെങ്കിലും തിരിച്ചറിയുക, ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കണം. അതാണ് വേണ്ടത്. കാര്യം, ക്ഷേത്രങ്ങളിൽ അവിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിൽ എന്താ കാര്യം? ക്ഷേത്രത്തിൻ്റെ വിഷയങ്ങളിൽ അവിശ്വാസികൾ ഇടപെടുന്നതിനാ? പൂരം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ഉത്സവമാണ്. ആ ഉത്സവം നടത്താൻ അവിടുത്തെ ക്ഷേത്രങ്ങളുടെ എല്ലാ ഭാരവാഹികൾക്കും അറിയാം. ഇപ്പം വടക്കുന്നാഥ ക്ഷേത്രത്തിലായാലും തിരുവമ്പാടി ക്ഷേത്രത്തിലായാലും പാറമേക്കാവ് ക്ഷേത്രത്തിലായാലും അവിടുത്തെ ഭാരവാഹികൾ ചേർന്ന് അവരിൽ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയാണ് പൂരം നടത്തുന്നത്. ആ പൂരം കൃത്യമായിട്ട് നടത്താൻ അറിയാം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇതിനെ കലക്കണം, എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റി പൂരം എന്നേക്കുമായി അവസാനിപ്പിക്കണം. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റും കോടതിയും എല്ലാം ഇടപെട്ടതിന് ശേഷമാണ് പൂരത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായത്. ആനയുടെ എഴുന്നള്ളിപ്പിൻ്റെ കാര്യമായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ അതെല്ലാം ഒരു ക്ഷേത്ര ഉത്സവം കൃത്യമായിട്ട് നടക്കണമെന്നും കേരളത്തിൻ്റെ ഏറ്റവും ആചാരപ്പെരുമയുള്ള ഒരു ഉത്സവമാണ് പൂരം, തൃശ്ശൂർ പൂരം. ശക്തൻ തമ്പുരാൻ്റെ കാലത്തത് ശരിയാക്കി എടുത്തതാണ്. ശക്തൻ തമ്പുരാനാണ് ആ പൂരത്തിൻ്റെ ആസൂത്രകൻ. അപ്പോൾ അത്രയും കാലങ്ങളോളം പഴക്കമുള്ള ഈ ഒരു ആഘോഷത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഉത്സവത്തിന് ഇങ്ങനെ ഒരു തിട്ടൂരമിടാൻ ഇദ്ദേഹത്തിന് എങ്ങനെ ധൈര്യം വന്നു? അപ്പോൾ എന്താണ്, ഹിന്ദുക്കളുടെ കാര്യത്തിലും ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ഉത്സവങ്ങളുടെ കാര്യത്തിലും ആചാര അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലും എന്ത് വൃത്തികേടും പറയാം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. ഇത് അവരുടെ ഒരു അവസാനത്തെ ആണിയാണിത് കേട്ടോ. ഈ ആണി അടിച്ച് കയറ്റാൻ ഹിന്ദുക്കൾക്ക് കഴിയാത്തതുകൊണ്ടല്ല, സഹിഷ്ണുതയാണ് ഹിന്ദുക്കളെ ഇതിന് പിന്നിലോട്ട് വലിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മാറണം. നാമജപത്തിൽ നിന്നും ശക്തരാവണം. ആയുധധാരികളായി ഹിന്ദുക്കൾ മാറേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ഇവർ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കുള്ള പേടി. കാര്യം, നാളെ ഈ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന ആൾക്കാരുടെ മനസ്സിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഓരോ തീപ്പൊരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഉത്സവത്തിന് മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയുന്നു. ഇവരെന്താ കാണിച്ചു വെച്ചത്? ഈ പറഞ്ഞ നമ്മൾ നേരത്തെ കണ്ടതാണ്, കണ്ണൂർ ജില്ലയിൽ അവിടെ ഉത്സവത്തിന് എഴുന്നള്ളിച്ചപ്പം മറ്റേ ചെകുവരയുടെ പടം വെച്ച് എഴുന്നേൽപ്പിക്കുന്നു. കടക്കൽ ക്ഷേത്രത്തിൽ എന്താ കാണിച്ചത്? അവിടെ വിപ്ലവ ഗാനം ആലപിക്കുന്നു. ഇതുപോലെ ഓരോന്ന് കാണിച്ചു കൂട്ടുകയല്ലേ? ഇതല്ലേ നിർത്തേണ്ടത്? വാസ്തവം പറയേണ്ടിയിരുന്നത് എന്താണ്? ഇത്തരം ചിഹ്നങ്ങൾ, ഇത്തരം രാഷ്ട്രീയപരമായ ചിഹ്നങ്ങൾ ഉത്സവത്തിന് പാടില്ല, മതപരമായ കാര്യങ്ങൾ മാത്രമേ അവിടെ പാടുള്ളൂ എന്ന് പറയേണ്ടടുത്ത് എന്താ അദ്ദേഹം പറഞ്ഞത്? അപ്പം ഇത് ഒരു ഡബിൾ പ്ലേ കളിച്ചിരിക്കുകയാണ്. അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന കൂട്ടത്തിൽ ഒരു പണി കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇത് അങ്ങേർക്ക് തന്നെ പണിയായി മാറും, അതിൽ സംശയമൊന്നുമില്ല. കാര്യം, ഇവിടെ ഹിന്ദുക്കൾ പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയുടെ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല മാത്രമല്ല, പൂരം കാണാൻ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്? ഇന്ത്യയുടെ പുറത്തുനിന്ന് പോലും ആൾക്കാർ അവിടെ എത്താറുണ്ട്. അവരുടെയൊക്കെ മനസ്സിലൊരു വലിയ ആഗ്രഹമാണ് വർഷത്തിലൊരിക്കലും പൂരം. അതും ഏറ്റവും ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഈ അവലോകന യോഗത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പാര വെച്ചത് ഒരു മനഃപൂർവ്വമാണ്. അതൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്.
ആൾക്കാരുടെ ചിന്താക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് വാസവന്റെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത്. അത് വാസവനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് വാസവന്റെ നാവിലൂടെ പുറത്തു വന്നത്. തീർച്ചയായിട്ടും ഇതിന് ഉത്തരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഹിന്ദു സമാജത്തിനുണ്ട്. അത് ചെയ്തിരിക്കും. അവിടെ ഹിന്ദു ചിഹ്നങ്ങൾ കാണിച്ചിരിക്കും, ഹിന്ദു ചിഹ്നങ്ങൾ അവിടെ എഴുന്നള്ളിച്ചിരിക്കും. അത് തടയാനുള്ള ധൈര്യം ഈ വാസവനോ അല്ലെങ്കിൽ പിണറായി മന്ത്രിയുടെ മന്ത്രിസഭയ്ക്കോ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ ഹിന്ദുക്കൾ, ഇവിടെ സ്വാഭിമാന ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ ആ പൂരത്തിന് ഹിന്ദു ചിഹ്നങ്ങൾ, ഈശ്വരന്മാരുടെ ചിഹ്നങ്ങൾ, മഹാദേവന്റെ ആയാലും ദേവിയുടെ ആയാലും അല്ലെങ്കിൽ ശ്രീരാമന്റെ ആയാലും എല്ലാ ചിഹ്നങ്ങളും അവിടെ എഴുന്നള്ളിച്ചിരിക്കും. ആ ചിഹ്നങ്ങളെ തടയാനുള്ള ധൈര്യം ഇവർക്ക് ഇവരുടെ പോലീസിനുണ്ടോ എന്ന് നോക്കാം. അപ്പം നമുക്ക് കാണാം പൂരം എന്തായി തീരുമെന്നുള്ള കാര്യം. അല്ലാതെ ഇത് ഹിന്ദു ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തന്നെ ആയിരിക്കും ഇത്തവണയും പൂരം നടത്തുക. അതിനുള്ള ആർജവവും ധൈര്യവും അവിടുത്തെ കമ്മിറ്റികൾക്ക് ഉണ്ടാവും. ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമാജം ഒന്നിച്ചതിൻ്റെ പിന്നിൽ നിൽക്കും, ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ചതിൻ്റെ പിന്നിൽ നിൽക്കും. ഒരു സംശയവും വേണ്ട, പൂരം നടന്നിരിക്കും. ഹൈന്ദവ ചിഹ്നങ്ങളോടുകൂടി തന്നെ പൂരം നടന്നിരിക്കും.